ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 28/1/2025 അസാധാരണമായ ഒരു രാശി പരിവർത്തനം നടക്കാൻ പോവുകയാണ്. സുഖത്തിൻ്റെയും കളത്രത്തിൻ്റെയും കാരകഗ്രഹമായ ശുക്രൻ 28/1/2025 ചൊവ്വാഴ്ച, അതായത് 1200 ആണ്ട് മകരമാസം 15 തീയതി രാവിലെ 6:56 കുംഭം രാശിയിൽ നിന്നും അതിൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ്. സാധാരണയായി ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം ഒരു മാസമോ അതിൽ താഴെയോ മാത്രമേ നിൽക്കുകയുള്ളൂ. എന്നാൽ ഇപ്രാവശ്യത്തെ രാശി പരിവർത്തനത്തിലൂടെ ശുക്രൻ 4 മാസത്തിൽ കൂടുതൽ മീനം രാശിയിൽ തന്നെ തുടരുന്നതാണ്. മീനൻ രാശി ശുക്രന്റെ ഉച്ചരാശിയായതിനാൽ ഈ സമയം ബഹുഭൂരിപക്ഷം നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല ഫലങ്ങളും സുഖസ്ഥിതിയും ശുക്രൻ നൽകുന്നതായിരിക്കും. ചാരവശാൽ ശുക്രൻ ദോഷം ചെയ്യുന്ന രാശിയിൽ ജനിച്ചവർക്ക് പോലും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനായതിനാൽ കാര്യമായി ദോഷം ചെയ്യുകയില്ല. രാശിചക്രത്തിൽ 12 രാശികളുള്ളതിൽ വെറും 3 രാശികളിൽ ജനിച്ചവർക്ക് മാത്രമാണ് ശുക്രൻ ചാരവശാൽ കുറച്ചെങ്കിലും ദോഷഫലം നൽകുന്നത്. അതും മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ദോഷഫലം നൽകുന്ന ഗ്രഹവും ശുക്രനാണ്. അതിനാലാണ് ശുക്രദശാസമയത്തും ചാരവശാലും ശുക്രനിൽ സുഖിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്. ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ 31/5/2025 ശനിയാഴ്ച പകൽ 11:24 വരെ തുടർന്നതാണ്. 28/1/2025 31/5/2025 മധ്യേ മിഥുനം, കന്നി, ധനു, മീനം എന്നീ രാശികൾ ലഗ്നമായി ജനിക്കുന്ന കുട്ടികൾക്ക് പഞ്ചമഹാപുരുഷ യോഗമായ മാളവ്യ യോഗമെന്ന ശ്രേഷ്ഠമായ രാജയോഗം സിദ്ധിക്കുന്നതായിരിക്കും. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ശുക്രനെ കൊണ്ട് ശ്രേഷ്ഠമായ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നതെന്ന് നോക്കാം. ഒന്നാമതായി അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലായി ധനം വന്നു ചേരുകയും വിദേശങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരിൽ നിന്നുള്ള ധനലാഭവും പുത്തൻ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ രത്നങ്ങളോ ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഏറെക്കുറെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും കളത്രസുഖവും കളത്രത്തിന് സ്ഥാനക്കയറ്റത്തോടുകൂടിയ സ്ഥലം മാറ്റമോ അഥവാ വിദേശത്ത് ജോലി ലഭിക്കുകയോ ചെയ്യാം. രണ്ടാമതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ധനലാഭവും ഭോജനസുഖവും ഉദ്ദിഷ്ടകാര്യങ്ങൾ നടപ്പിൽ വരികയും സൗഹൃദങ്ങൾ വർദ്ധിക്കുകയും ഭാര്യ അഥവാ ഭർത്താവിന് സുഖസ്ഥിതിയും കുടുംബവുമൊത്ത് സന്തോഷകരമായി കഴിയുന്നതിന് ഇടവരികയും ചെയ്യും. എന്നാൽ യാത്ര മൂലമുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ലേശങ്ങളും അനുഭവത്തിൽ വരാം. മൂന്നാമതായി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നത് മൂലമോ സ്ഥാനക്കയറ്റം മൂലമോ ഉണ്ടാകാവുന്ന സന്തോഷവും ജോലിയിലും ബിസിനസ്സിലും വ്യാപാരങ്ങളിലും ഉയർച്ചയും ധനലാഭവും വിദേശ ജോലിക്കുള്ള സാധ്യതയും വിദേശത്തുനിന്ന് ധനലാഭവും തീർത്ഥാടനത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ഇവർ തൊഴിൽ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകാതെ സൂക്ഷിക്കുകയും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ സൂക്ഷിക്കുകയും വേണം. നാലാമതായി പുണർദം നക്ഷത്രം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിൽ ധനലാഭം സിദ്ധിക്കുകയും കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും സുഖസ്ഥിതിയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും മനസ്സന്തോഷത്തോടുകൂടി ഇരിക്കുകയും ചെയ്യും. കുടുംബത്തിലെയോ സ്വന്തം ബന്ധുക്കാരുടെയോ സുഹൃത്തുക്കളുടെയോ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ധനഭാഗ്യാദികൾക്കും ഭാഗ്യക്കുറിയും മറ്റും അടിക്കുന്നതിനും സാധ്യതയുണ്ട്. വീട് മൂടി പിടിപ്പിക്കുന്നതിനോ പുതിയ വീടിൻ്റെ പണി തുടങ്ങുന്നതിനോ ഉള്ള സാധ്യതയുമുണ്ട്. അഞ്ചാമതായി മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ സമയം ദാമ്പത്യ സൗഖ്യവും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ അഥവാ ആരെങ്കിലും വാങ്ങിത്തരുന്നതിനോ ഉള്ള സാധ്യതയും സാമ്പത്തിക പുരോഗതിയും കുടുംബസുഖവും ഉണ്ടാകും. സ്ത്രീജനങ്ങളാലുള്ള സുഖാനുഭവങ്ങൾക്കും ഗൃഹാരംഭമോ ഗൃഹപ്രവേശമോ നടത്തുന്നതിനും തൊഴിൽ രംഗത്ത് പുരോഗതിക്കും സാധ്യതയുണ്ട്. ആറാമതായി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കളത്രസുഖവും ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യം കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ഉണ്ടാകാവുന്ന ധനലാഭവും വ്യാപാര വ്യവസായങ്ങളിൽ പുരോഗതിയും പിതാവിനെ കൊണ്ടും ഗുരുതുല്യരായവരെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും
ആകസ്മിക ധനലാഭവും അനുഭവത്തിൽ വരാം. എന്നാൽ ഇവർ സ്ത്രീകൾ നിമിത്തമുണ്ടാകാവുന്ന ഉപദ്രവങ്ങൾക്കും സഞ്ചാരക്ലേശങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ഏഴാമതായി ചിത്തിര 3-4 പാദങ്ങൾ, ചോതി, വിശാഖം 1-2-3 പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യവഹാരങ്ങളിൽ വിജയവും അതുവഴിയുള്ള ധനലാഭവും മത്സരരംഗത്ത് വിജയവും ശയനസുഖവും അനുഭവത്തിൽ വരാം. എന്നാൽ പ്രവൃത്തികളിലൊക്കെ ചില്ലറ തടസ്സങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ജനങ്ങളുമായുള്ള വിരോധവും അനുഭവത്തിൽ വരാം. എട്ടാമതായി വിശാഖം നക്ഷത്രം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ടും കളത്രത്തെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ധനസമൃദ്ധിയും മനസന്തോഷവും ഗുരുക്കന്മാരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉല്ലാസയാത്രകളും മറ്റും അനുഭവത്തിൽ വരാം. ഈ സമയം വിദേശ യാത്രകൾക്കോ വിദേശത്ത് ജോലി ലഭിക്കുന്നതിനോ സാധ്യതയുണ്ട്. ഒമ്പതാമതായി മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പുതിയ ഗൃഹനിർമ്മാണമോ അഥവാ നവീകരണമോ നടത്തുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളുമായുള്ള കൂടിച്ചേരലിനും അവരെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ജനങ്ങളുമായി സ്നേഹത്തിൽ കഴിയുന്നതിനും സാധ്യതയുണ്ട്. ഈ സമയം സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പത്താമതായി ഉത്രാടം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1-2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ജനങ്ങളാലുള്ള സ്നേഹ ബഹുമാനങ്ങൾ ശ്രദ്ധിക്കുകയും ധനലാഭം ഉണ്ടാവുകയും സ്ഥാനമാനാദികൾ കിട്ടുകയും ചെയ്യും. 11ാമതായി അവിട്ടം നക്ഷത്രം 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനധാന്യങ്ങളുടെ ലാഭവും സർക്കാർ ജോലിയോ മറ്റ് ജോലികളോ കിട്ടുകയും അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്യും. ഇവർക്ക് ഈ സമയം കുടുംബസുഖത്തിനും വിശിഷ്ട അലങ്കാര സാധനങ്ങൾ കിട്ടുന്നതിനും സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഉണ്ടാകാം. 7ര ശനിയിലെ ജന്മശനിയുടെ ദോഷഫലങ്ങളിൽ കുറവ് അനുഭവപ്പെടും. ഗൃഹനിർമ്മാണത്തിനോ അഥവാ നവീകരണത്തിനോ ഉള്ള സാധ്യതയും പുതിയ വാഹനം വാങ്ങുകയും പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും. 12ാമതായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭാര്യ അഥവാ ഭർത്താവിന് സൗഖ്യവും സുഖാനുഭവങ്ങൾ ഫലത്തിൽ വരികയും രുചികരമായ ഇഷ്ടഭക്ഷണങ്ങളുടെയും പാനീയങ്ങളുടെയും ലഭ്യതയും വിശിഷ്ട സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അഥവാ സുഗന്ധദ്രവ്യങ്ങളോ ലഭിക്കുകയും ശയനസുഖവും ഫലമാകുന്നു. ജാതകത്തിൽ മീനം രാശിയിൽ ശുക്രാഷ്ടവർഗത്തിൽ 5-ൽ കൂടുതൽ അക്ഷങ്ങളുണ്ടെങ്കിൽ ശുഭഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുകയും ദോഷഫലങ്ങളിൽ കുറവ് വരികയും ചെയ്യും. മേൽപ്പറഞ്ഞ ഗ്രഹചാര ഫലങ്ങൾ ശുക്രൻ്റേത് മാത്രമാണ്. ഈ സമയം നടക്കുന്ന ദശാപഹാര സമയങ്ങൾക്കും മറ്റ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഗുണദോഷ ഫലങ്ങൾക്കും അനുസൃതമായി ഈ ഫലങ്ങളിൽ കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ്. ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും ഉഷാകുമാരിയാണ്. മകന് 42 വയസ്സായി. ഇതുവരെ ഒരു പുരോഗതിയും ഇല്ല. കല്യാണവും നടന്നിട്ടില്ല. ഇനിയെങ്കിലും നല്ല സമയം വരുമോ? ദയവ് ചെയ്ത് മറക്കാതെ മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകന്റെ ജാതക പരിശോധനയിൽ കർമ്മഭാവത്തിൽ ലഗ്നാലും ചന്ദ്രാലും ഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കുന്നില്ല. ലഗ്നാലും ചന്ദ്രാലും കർമ്മസ്ഥാനാധിപനായ ഗ്രഹം ശനിയാണ്. ഈ ശനി ലഗ്നകേന്ദ്രമായ 7-ാം ഭാവത്തിൽ ഭാഗ്യാധിപനായ വ്യാഴവുമായി യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ശനി അതിൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. നവാംശകം ചെയ്തിരിക്കുന്നത് വർഗോത്തമത്തിൽ ഈ ഉച്ചരാശിയിലുമാണ്. ഷഡ്വർഗത്തിലും ബലവാനാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ നല്ല നിലയിൽ നിൽക്കുന്ന ശനി നിർഭാഗ്യവശാൽ മൗഢ്യത്തിലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹവും എത്ര നല്ല സ്ഥിതിയിൽ നിന്നാലും മൗഢ്യത്തിലായി പോയി കഴിഞ്ഞാൽ ആ ഗ്രഹം നിഷ്പ്രഭനായിത്തീരുന്നു. സൂര്യസാമീപ്യത്താലാണ് ഗ്രഹമൗഢ്യം ഉണ്ടാകുന്നത്. സൂര്യനോടടുത്ത് ചില പ്രത്യേക ഭാഗകലകളിൽ വരുമ്പോഴാണ് മൗഢ്യമുണ്ടാകുന്നത്. സൂര്യൻ്റെ ഉജ്ജ്വല പ്രഭയാൽ ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങൾ നിഷ്പ്രഭന്മാരായി തീരുന്നു. ഇങ്ങനെ മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ മൂഢന്മാരെന്നാണ് വിളിക്കുന്നത്. മൂഢന്മാരായിട്ടുള്ള ഗ്രഹങ്ങളും അവയ്ക്ക് ആധിപത്യമുള്ള ഭാവങ്ങളും ജാതകനെ സംബന്ധിച്ചിടത്തോളം ഫലപ്രാപ്തിയില്ലാത്തതായി തീരുന്നു. ഈ ജാതകത്തിൽ ശനിക്ക് ആധിപത്യമുള്ള ഭാവങ്ങൾ കർമ്മസ്ഥാനാധിപത്യവും അഥവാ ജോലിയുടെ ആധിപത്യവും ലാഭസ്ഥാനാധിപത്യവുമാണ്. ശനി മൗഢ്യത്തിലാകയാൽ ജോലിക്കും ലാഭത്തിനും
കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. മൂഢന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ഗുണത്തിനു പകരം ദോഷം ചെയ്യും. അതിനാൽ ശനീശ്വരനെയും ദേവതയായ ശാസ്താവിനെയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും നീരാഞ്ജന വഴിപാട് ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തുകയും ചെയ്യുക. അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസം രാവിലെ 7 പ്രാവശ്യം അരയാലിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം ശനീശ്വര പൂജ നടത്തുകയും അയ്യപ്പസ്വാമിയെ നീല പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുക. വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും ഇതുതന്നെയാണ് അവസ്ഥ. ഈ ജാതകത്തിൽ ഭാര്യാസ്ഥാനാധിപനായ ഗ്രഹം ശുക്രനാണ്. ഈ ശുക്രൻ തന്നെയാണ് കളത്രകാരകനായ ഗ്രഹവും. ഈ ഭാര്യാസ്ഥാനാധിപനും ധനസ്ഥാനാധിപനുമായ ശുക്രൻ അനിഷ്ടസ്ഥാനമായ 6-ാം ഭാവത്തിൽ നീചത്തിലും മൗഢ്യത്തിലുമായാണ് നിൽക്കുന്നത്. അതാണ് വിവാഹം നടക്കാതിരിക്കുന്നതിനുള്ള കാരണവും. ശുക്രനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മഹാലക്ഷ്മി ദേവിയെ വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും നവഗ്രഹ ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം ശുക്രപൂജ ചെയ്യുകയും ചെയ്തുകൊണ്ട് വിവാഹാലോചനകൾ നടത്തുക. എല്ലാ ദിവസവും സൂര്യൻ, ശനി, ശുക്രൻ എന്നിവരുടെയും ശാസ്താവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും കീർത്തനങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കുക. ഈ ഗ്രഹങ്ങളുടെ രത്നം ധരിക്കുന്നത് ഉചിതമല്ല. ഇവർ മൂഢന്മാരാകയാൽ ഇവരെ പൂജകളാലും പ്രാർത്ഥനയാലും പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും വീഡിയോ ഷെയർ ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.